വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ട് വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ബോട്ടം ഫിഷിംഗ് നടത്താൻ അനുയോജ്യമായ സാഹചര്യമുള്ള 11 സ്റ്റോക്കുകളെ അനലിസ്റ്റ് റീസെൻ്റ്ലി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. ഈ സ്റ്റോക്കുകളെല്ലാം മീഡിയം ടൈമിലും ലോങ് ടൈമിലും ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതാണ്. ഇതുവരെ വന്ന പ്രീപോൾ സർവേകളെല്ലാം BJP നയിക്കുന്ന NDA ഗവൺമെൻറ് തുടർ ഭരണത്തിൽ വരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, ഓയിൽ ആൻഡ് പവർ, റിന്യൂവബിൾ എനർജി, PSU, ഓട്ടോ, ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂട്ടുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ BEL, NTPC, NHPC, M&M, മാരുതി സുസുക്കി, ONGC, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ ആൾറെഡി NDA ഗവൺമെൻറ് തുടർ ഭരണത്തിൽ വരുമെന്നുള്ള വാർത്ത മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തെങ്കിലും ഗവൺമെൻറ് തുടങ്ങി വെച്ച പല പോളിസികളും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, പവർ ആൻഡ് റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് മുൻതൂക്കം നൽകുന്നത്. ഇതിൽ തന്നെ NTPC, NHPC, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളെ അനലിസ്റ്റുകൾ ലോങ് ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുകയും ഉടൻ തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നത് മൂലം ബാങ്കുകൾക്ക് ലെൻഡിംഗ് ഓപ്പറേഷന് വേണ്ടി വളരെയധികം പണം നീക്കിവെക്കാൻ സാധിക്കും. ഇത് ഓൺഗോയിങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുടെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടർ ഉൾപ്പെടെയുള്ള സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഔട്ട് പെർഫോം ചെയ്യുന്നതിനും കാരണമായേക്കാം. വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകളിൽ ബാങ്കുകളുടെ ക്യാഷ ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് തുടങ്ങിയ PSU ബാങ്കിംഗ് സ്റ്റോക്കുകളെയും ആക്സിസ് ബാങ്ക് എന്ന പ്രൈവറ്റ് ബാങ്കിനെയും ബാങ്കിംഗ് സെഗ്മെൻറ്റിൽ നിന്നും അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാരുതി സുസുക്കി ഇന്ത്യ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും പൊട്ടൻഷ്യൽ ബെറ്റായിട്ട് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന PSU സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് NHPC എന്ന കമ്പനി മാർച്ച് 27 ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഫണ്ട് റേസ് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചത്. ഇതിനു മുൻപ് PSU സെക്ടറിലെ ഇറാഡ എന്ന കമ്പനി മാർച്ച് 28 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു. ഈ വാർത്ത വന്നപ്പോൾ തന്നെ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇറാഡയിൽ റാലി കാണാൻ സാധിച്ചു. ഇതിന് സമാനമായ ഒരു മൂവ്മെൻറ്റ് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ NHPC എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ NHPC അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 26.76% ഇടിഞ്ഞിരുന്നു. 671 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 491 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 20.4% ഇടിഞ്ഞ് 2055 കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. NHPC എന്ന കമ്പനി ഹൈഡ്രോ പവർ ഡെവലപ്മെൻറ്റ് സെക്ടറിലെ ഒരു വലിയ കമ്പനിയാണെങ്കിലും കമ്പനി റീസെൻ്റ്ലി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് അതിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പലരും NHPC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുന്നത്. NHPCയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന മറ്റൊരു അപ്ഡേറ്റാണ് ജൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡും NHPCയും തമ്മിലുള്ള അമാൽഗമേഷന് സെബിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു എന്നുള്ളൊരു വാർത്ത. ഇതിൻ്റെ ഇമ്പാക്റ്റും ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. NHPC എന്ന കമ്പനിക്ക് സോളാർ എനർജി റിലേറ്റഡ് ആയിട്ടും തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. മാർച്ച് 14 ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ സൈഡിൽ നിന്നും 200 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡർ ലഭിക്കുകയും ചെയ്തു. ഏകദേശം 10,499 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പ്രോജക്റ്റുകൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഫേസിലാണ്. ഇതിൽ 1135 മെഗാവാട്ട് ശേഷിയുള്ള പ്രൊജക്റ്റുകൾ സോളാർ പവർ സെക്ടറിനെ മാത്രം കേറ്റർ ചെയ്യുന്നു. ഇതുകൂടാതെ രാജസ്ഥാനിൽ നിന്നും ഏകദേശം 2000 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റുകളും ഏകദേശം 990 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് പൈപ്പ് ലൈനിലുമാണ്. ഇതെല്ലാം ഹൈഡ്രോ പവർ സെക്ടറിൽ നിന്നും കമ്പനി സോളാർ പവർ സെക്ടറിലേക്ക് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. 7097 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള ഈ കമ്പനിയിൽ 6971 മെഗാവാട്ടും ഹൈഡ്രോ പവർ പ്രോജക്റ്റിൽ നിന്നും 126 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ 15 സോളാർ പ്രോജക്റ്റുകൾ ആൾറെഡി കൺസ്ട്രക്ഷൻ ഫേസിലുമാണ്.
ഇതോടൊപ്പം തന്നെ വിവിധ ഗവൺമെൻറ്റുമായി ചേർന്ന് കമ്പനി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗുജറാത്ത് ഗവൺമെൻറ്റുമായി ചേർന്ന് 4000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്റ്റ് കമ്പനി പ്ലാൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒഡീസ ഗവൺമെൻറ്റുമായി ചേർന്ന് പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്റ്റിനും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിനും കമ്പനി 2023 ജൂൺ മാസത്തിൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റുമായി ചേർന്ന് പമ്പ്ഡ് ഹൈഡ്രോ പ്രോജക്റ്റിനും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിനും കമ്പനി ആഗസ്റ്റ് 2023 ഒപ്പുവെച്ചിരുന്നു. ഈ പ്രോജക്റ്റുകളെല്ലാം ഇംപ്ലിമെൻ്റ് ആകുന്നതോടുകൂടി കമ്പനിയുടെ കപ്പാസിറ്റി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. NHPC എന്ന സ്റ്റോക്ക് 85 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 75, 70 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടും 90, 95 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്